ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചാൽ, അന്ന് കിടന്ന അതേപോലെ തന്നെ ഒരാളിവിടെ കിടക്കുകയാണ്. പക്ഷെ അത് ആരിസല്ല, ആരിസിൻ്റെ പകരം ഉണ്ണിയാണ് കിടക്കാൻ പോണത്. ഞങ്ങൾ ഉണ്ണിക്ക് കൂട്ടിനായിട്ട് ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു ക്യാമറ വയ്ക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെന്നൊരു ക്യാമറ വയ്ക്കുകയാണ്. ഉണ്ണി രാത്രി ഇതിനുള്ളിൽ കിടന്നുറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാമറയിൽ കൃത്യമായിട്ട് റെക്കോർഡാവും. ഒരടി കവളത്തടിച്ച് പോലെ തോന്നി. പിന്നെ ഈ കവളത്തടിച്ചു, അതടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കണ്ട് ഇങ്ങനെ കൈ രണ്ടും വന്നിട്ട് ഈ കഴുത്തിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചൊക്കെ ഞാൻ പരമാവധി തള്ളി മാറ്റാൻ നോക്കി. ഇനിയിപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അമർത്തി തള്ളി നോക്കി, കാലിട്ട് കൊതറി നോക്കി. പക്ഷെ അത്രയും ഇതിൽ ഞാൻ മുറുക്കി പിടിച്ചിരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ മറ്റൊരു ദിവസം വീണ്ടും വന്നിട്ടുണ്ട് അല്ലേ. ഞങ്ങളെ ദിവസം ഓരോ ദിവസം എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ചേട്ടാ. കാരണം ഒരുപാട് പേര് ഞങ്ങളോട് പല രീതിയിലുള്ള, അതിന് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് പല രീതിയിലുള്ള പല കാര്യങ്ങൾ ചെയ്തു നോക്കാൻ പറഞ്ഞു. ചില ആളുകളിലൂടെ ഈ റൂമിൽ ഞങ്ങളിപ്പോൾ പറഞ്ഞ സാവിത്രി എന്ന് എഴുതിയ അതേ റൂമിലാണ് കേട്ടോ, ഈ റൂമിൽ തന്നെയാണ്. ഇവിടെ ഈ സാവിത്രി എന്ന് എഴുതിയ ഈ പേരുണ്ട്. ഇതൊന്നും ഞങ്ങൾ മായ്ച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ തൽക്കാലം അതൊക്കെ അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ, കുറേ ആൾക്കാർ ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഈ റൂമിലിരുന്ന് ആരങ്ങ വെച്ച് നോക്കാൻ, പിന്നെ ഒരു തങ്ങളെ പോയി കാണാൻ, പണിക്കരെ പോയി കാണാൻ, മന്ത്രവാദിയെ പോയി കാണാൻ, അങ്ങനെ പല ആളുകൾ, ചില ആളുകൾ കോൺടാക്ട് നമ്പർ തന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഞങ്ങളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. പറ്റുന്നില്ലാണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങളിപ്പോൾ തുടക്കത്തിൽ മറ്റൊരാളുടെ സഹായം നോക്കണുള്ളൂ. ഇപ്പം ഞങ്ങൾ ചെയ്യണം എന്താ വെച്ചാൽ, ഉണ്ണി ആദ്യം ഈ റൂമിൽ കിടന്നു. ഉണ്ണിക്ക് ഒരു അനുഭവം ഉണ്ടായിന്ന് പറഞ്ഞു. അന്ന് ഇവിടുന്ന് ഇങ്ങനെ നടന്ന സമയത്ത് ഒരു ചിലങ്കട കിളിക്കാൻ പോലെ ഒരു സൗണ്ട് കേട്ടെന്നാണ് ഉണ്ണി അന്ന് പറഞ്ഞത്. ഇപ്പം ആരിസ് ഇല്ല കേട്ടാ ഞങ്ങളിവിടെ. ആരിസ് പണിക്ക് പോയതാണ്, ഉണ്ണി ഇന്ന് ലീവാണ്. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചാൽ, അന്ന് കിടന്ന അതേപോലെ തന്നെ ഒരാളിവിടെ കിടക്കുകയാണ്. പക്ഷെ അത് ആരിസല്ല, ആരിസിൻ്റെ പകരം ഉണ്ണിയാണ് കിടക്കാൻ പോണത്. ആദ്യത്തെ ദിവസം ഉണ്ണി ഇവിടെ കിടന്നു. ഉണ്ണി എണീറ്റ സമയത്ത് ഈ ഒരു പേര് ഇവിടെ കണ്ടു. ഇതൊക്കെ കണ്ടിട്ട് അന്ന് ഉണ്ടായ ഉണ്ണിക്കുള്ള അനുഭവം ഒന്നും കൂടി വരുമെന്നാണ് ഇന്ന് ഉണ്ണി നോക്കണത്. പേടിന്താ? പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളിവിടെ തൊട്ടപ്പുറത്തുണ്ട്. ഞങ്ങൾ ഉണ്ണിക്ക് കൂട്ടിനായിട്ട് ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു ക്യാമറ വയ്ക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെന്നൊരു ക്യാമറ വയ്ക്കുകയാണ്. ഉണ്ണി രാത്രി ഇതിനുള്ളിൽ കിടന്നുറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാമറയിൽ കൃത്യമായിട്ട് റെക്കോർഡാവും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഉണ്ണി അറിയാതെ തന്നെ ഇവിടെ എന്തെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത്. അത് മാത്രമല്ല, ഈ ക്യാമറ ഞങ്ങൾ രാത്രിയൊക്കെ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ വാതിലൊന്നും കുറ്റിയിടുന്നില്ല, വാതിലൊക്കെ തുറന്നിട്ടാണ് കിടക്കുന്നത്. ഓടി ഞങ്ങൾ ഇങ്ങോട്ട് എത്തും അല്ലേ. അപ്പോൾ ആ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണം, നമ്മൾ തൊട്ടപ്പുറത്തുണ്ട്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ക്യാമറ വെച്ചിട്ട് ഉണ്ണീനെ ഇവിടെ കിടത്തുകയാണ്. ക്യാമറ ഏകദേശം ആ ഒരു ഭാഗത്താണ് വയ്ക്കുന്നത്. അപ്പോൾ ഉണ്ണെ എന്നാ കിടന്ന് നോക്കിയാലോ? കിടക്കാം. ഓക്കെ. ഇനി ഇതിൻ്റെ അടുത്ത ഇത് വരുന്നത്, അതായത് ഇതിൻ്റെ ബാക്കി വരുന്നത് ക്യാമറ വെച്ച് ആ ഒരു സീന് കണ്ടതിന് ശേഷമാണ് കേട്ടോ. ഓക്കെ. ഞങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് ഹരീത് ഉണ്ണി. വെൽക്കം ടു കരേക്കടം ബ്ലോഗേഴ്സ്.
എന്താ അവസ്ഥ? എന്താ അവസ്ഥ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാ. ഡേഞ്ചർ എന്ന് പറഞ്ഞാലേ ഇപ്പം നിങ്ങൾ കണ്ട കാര്യം വിശ്വസിക്കില്ലെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസമായില്ല. ഇവിടെ ഉണ്ണി കിടന്ന സമയത്ത് ഉണ്ണിക്കുണ്ടായ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ണി പറയും. ഞാൻ കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അതായത് ഞങ്ങൾ കണ്ട കാര്യങ്ങൾ ഇപ്പോൾ കണ്ടിട്ടില്ല സംഭവം. അതായത് ഈ ക്യാമറ വെച്ചിട്ട് ക്യാമറയിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഉണ്ണി ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഈ സംഭവം ഉണ്ണി കാണുമ്പോഴാണ് ഉണ്ണി ഇവിടെ എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യം ഉണ്ണി അറിയുള്ളൂ. കണ്ടിട്ടില്ലല്ലോ? ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കാണുന്നതിന് മുന്നേ എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ച ആ കാര്യം പറയും. ഉണ്ണിനെ പറയും എന്താണ് ഇന്നലെ സംഭവിച്ചത്. ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കുക. അതിനുശേഷമുള്ള ഉണ്ണിയുടെ ഇത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അതായത് ഇന്ന് രാത്രി ഇതുപോലെ ഞാൻ വന്ന് കിടക്കാൻ ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ടാവും. ടൈം നമുക്ക് ഏകദേശം അറിയാം. ആ ടൈമിൽ ഞാൻ വന്ന് കിടക്കുമ്പോൾ ചില നല്ല അടിപൊളി കാറ്റ്, നല്ല സുഖമുള്ള ഒരു കാറ്റ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ കയറുന്നപ്പോൾ അതിൻ്റെ ഫീലിൽ ഞാൻ ഇങ്ങനെ കിടന്നല്ല നല്ലൊരു സുഖത്തിൽ ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകണതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ വേർക്കണ പോലെ തോന്നി. ഒരു ചൂട്, ആ തണുപ്പ് മാറിയിട്ട് ഒരു പ്രത്യേക തരം ചൂട് ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന മാതിരി തോന്നി. അതിങ്ങനെ വന്ന് എൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ അപ്പൊ ഞാൻ എന്തൊക്കെ ആലോചിക്കുന്നുണ്ട്, ഉള്ളിൽ വേറെ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്ത് ഒരു രൂപം നിൽക്കണ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതിന്റെ സൈഡ് കൂടി ചൂടും അത് ഇങ്ങനെ വന്നിട്ട് എൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ തുടങ്ങി. പിന്നെ ഒരു കിലുക്കം, അതേപോലത്തെ ആ കിലുക്കം. പിന്നെ ആ കിലുക്കം ഇങ്ങനെ മെല്ലെ എടുത്ത് എൻ്റെ കാതൊക്കെ ഒന്നും കൂടി ഇങ്ങനെ എടുത്തേക്ക് വരാൻ. പിന്നെ ആ കാല് പൊന്തിച്ചിട്ട് എൻ്റെ നെഞ്ചത്ത് വെക്കണ പോലെ, എൻ്റെ നെഞ്ഞത്ത് വെച്ചിട്ട് എന്നിട്ട് അമർത്തണ പോലെ എനിക്ക് പിന്നെ തോന്നുന്നു. അമർത്തി പിന്നെ അതിങ്ങനെ മേപ്പെട്ട് കയറി ഇങ്ങനെ വന്നു. ആ ഒരു അടി കവളത്തടിച്ച് പോലെ തോന്നി. പിന്നെ ഈ കവളത്തടിച്ചു, അതടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കണ്ട് ഇങ്ങനെ കൈ രണ്ടും വന്നിട്ട് ഈ കഴുത്തിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചൊക്കെ ഞാൻ പരമാവധി തള്ളി മാറ്റാൻ നോക്കി. ഇനിക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അമർത്തി തള്ളി നോക്കി, കാലേറ്റ് കൊതറി നോക്കി. പക്ഷെ അത്രയും ഇതിൽ ഞാൻ മുറുക്കി പിടിച്ചിരുന്നത്. എന്നിട്ട് ഞാൻ എന്തോ ഇതിനു വേണ്ടി എൻ്റെ ശക്തി ഫുള്ള് പോയി. കാരണം ഇതിനേറ്റ് വിലട്ടിട്ട് എൻ്റെ ശക്തി ഫുള്ള് പോയി. ഞാൻ അവിടെ വീണ്ടും അവിടെ ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ വീണ്ടും ഇതായി. എന്നിട്ട് പിന്നീട് ഞാൻ പെട്ടെന്ന് ഇതെന്ത് സംഭവിച്ചെന്ന് എണീറ്റ് നോക്കിയപ്പോഴാണ് ഈ സാവിത്രി എന്നുള്ള പേരും കണ്ടു. ഞാൻ പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഇറങ്ങി മണ്ടും ചെയ്തു. ഇതാണ് ഉണ്ണിക്ക് സംഭവിച്ച കാര്യം. ഇനി നമ്മൾ കണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ക്യാമറയിൽ കണ്ട കാര്യം ഇവിടെ നോർമലായിട്ട് വന്ന് കിടന്ന് ഇപ്പൊ ഏകദേശം പറഞ്ഞ അതേപോലെ തന്നെ ഫസ്റ്റ് നോർമലായിട്ട് തന്നെയാണ് കിടന്ന കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയൽ, ഏകദേശം 1:30 തോന്നുന്നുണ്ട് സമയം. ആ സമയത്തായപ്പോൾ ഓട്ടോമാറ്റിക് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയലൊക്കെ തുടങ്ങി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഈ ഒരു സംഭവം, ഈ ഒരു തുണി താനെ ഇങ്ങനെ നീങ്ങണ പോലെ തോന്നിയിരുന്നു. ഇത് താനെ ഇതിപ്പോ ഒരാൾ നീക്കിയാലേ നീങ്ങുള്ളൂ. ഈ സാധനം താനെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നീങ്ങണ പോലെ ഞങ്ങളെ ക്യാമറയിൽ കണ്ടു. ആ ഒരു സംഭവമാണ് നമുക്ക് ബാക്കി കാരണം നമുക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നലോ എന്തെങ്കിലുമൊക്കെയാണെന്ന് വിചാരിച്ച് നമുക്ക് ഒഴിവാക്കാന്ന് വിചാരിക്കാം. പക്ഷെ ഈ കണ്ട ഒരു കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നീങ്ങും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ നീങ്ങിയിട്ട് ഏകദേശം ഈ ഒരു റേഞ്ചിൽ പറഞ്ഞ വിശ്വസിക്കില്ല. ആ വീഡിയോ ഞാൻ ആ സ്വപ്നത്തിൽ നെറ്റി ഒന്ന് ഇവിടെ ഇരുന്നിട്ട് നോക്കുമ്പോൾ ഇതുപോലെ കാണുന്നത്. അതെ, ഈ സംഭവം ഞങ്ങള് ക്യാമറ അവിടെയാണ് വെച്ചത്. ആ ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കണ്ടാണ് ഈ സംഭവം ഇങ്ങനെ ഇട്ടിരുന്നത്. ഇത് ഇങ്ങനെ പതുക്കെ നീങ്ങണത്, ഇങ്ങനെ പതുക്കെ ഒരാളിങ്ങനെ നീക്കി എങ്ങനെ പോവാ. സാധാരണ ഒരാൾ നീക്കിയാ പെട്ടെന്ന് ഇങ്ങനെ പോകും. അത് ഒരാൾ പെട്ടെന്ന് അതെ, ഇത് പതുക്കെ ഇങ്ങനെ വലിക്കുകയാണ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഏകദേശം ഇതേ റേഞ്ചിൽ ഈ ഒരു സംഭവം തന്നു. ആ സമയത്താണ് ഇവിടുന്ന് നീറ്റിട്ട് കഴുത്തിന് പിടിക്കണം. ഇപ്പൊ ഈ പറഞ്ഞ കഴുത്തിന് പിടിച്ചു, എന്നിട്ട് ഞാൻ തല്ല് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേപോലെ ഈ കൈ കൊണ്ടൊക്കെ കാണിച്ചിരുന്നത്. ഇതേപോലെ സംഭവം കാണിച്ചിട്ട് ഇതേപോലെ ഇപ്പൊ ഇവ എന്താണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ കാണിച്ചത്. ഈ വീഡിയോ ആദ്യം നിങ്ങളൊന്ന് കണ്ടു വെക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് സംഭവം എന്നുള്ളത്.
ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ട്? വീഡിയോ കണ്ടിട്ട് എന്താ തോന്നുന്നത് വെച്ചാല് എൻ്റെ ഉള്ളിൽ ഇപ്പൊ പേടിയായി. അതായത് ഞങ്ങൾ ആദ്യം വിചാരിച്ചതിനെക്കാട്ടിലും ഒന്നും കൂടി സംഭവം കുറച്ച് കൂടുതൽ വന്ന പോലെ തോന്നി. ഈ സാധനം ഓട്ടോമാറ്റിക് ആയിട്ട് നീങ്ങണം എന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല, എന്നോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യത്തെ ദിവസം ഇപ്പം കിടന്നത് പിന്നെ കുറച്ചൊരു ഇഷ്ടമാണ് അതിനോടൊക്കെ ഇങ്ങനെ നടന്നെന്നൊക്കെ പറഞ്ഞു. പക്ഷെ രണ്ടാമത്തെ ദിവസത്തേക്കായപ്പോൾ ഇവൻ പേടിച്ച് ഇവന്റെ കഴുത്തിലൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഇപ്പൊ എന്റെ മനസ്സിനായത് ഇങ്ങനെ സീൻ ഇപ്പോഴും എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കളിക്കാം. ഒന്ന് ആലോചിക്കുക, നമ്മളൊക്കെ ആ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ. ഇത് സംഭവം 2025 ഞാനും വിശ്വാസമില്ല, ഇവനും വിശ്വാസമില്ല, കാണുന്ന നിങ്ങളും വിശ്വാസിയാവില്ല. പക്ഷെ ഇത് അനുഭവിക്കുന്ന ഒരാളുടെ വിശ്വാസം എന്താവുന്നുള്ളത്, ആ ഒരു സാഹചര്യത്തിൽ എന്താവുന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ഇപ്പം ഞങ്ങൾക്ക് കണ്ടെത്തി തീരുള്ളൂ. കാരണം നമ്മൾ കുറേ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ വെറുതെ പറയുകയാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അപ്പം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ക്യാമറ വെച്ചിട്ട് ആ ക്യാമറയിൽ സംഭവം എന്താണ് ഉണ്ടായതെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ചത്. അടുത്ത ദിവസം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ആരിസ് ഇവിടെ വരും. ആരിസിന് അറിയണമല്ലോ ആരിസ് ഇവിടെ കിടന്ന് എന്ത് സംഭവിക്കാന്നുള്ളത്. ആരിസ് കിടക്കുമ്പോഴും ഞങ്ങളൊന്ന് ക്യാമറ വെച്ച് നോക്കുന്നുണ്ട്. അതിന് മുന്നേ റൂമൊന്ന് പൂട്ടി നോക്കുന്നുണ്ട്. എന്തെങ്കിലും ആരിസിന് ഇനി അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ അറിയാൻ വേണ്ടി റൂമൊന്ന് പൂട്ടി വെക്കുന്നുണ്ട്. ആ 2 കാര്യങ്ങളൊന്നും നോക്കിയതാണ് അല്ലേ. ഇതിൻ്റെ ബാക്കിയായിട്ട് ഞങ്ങൾ വരും. എൻ്റെ പേര് ഹരി, ഇത് ഉണ്ണി. ബൈ ഫ്രം കരകട.